പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിലേക്ക് നാഥനും കർത്താവുമായ യേശു രാജാവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 29-ാം തിരുലിഖിതം. തളർന്നവന് അവിടുന്ന് ശക്തി പകരുന്നു, ദുർബലന് അവിടുന്ന് ബലം പകരുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷകളിൽ വിശ്വാസത്തോടെ പങ്കുചേരുന്ന ദൈവമക്കളുടെ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് ആയിരക്കണക്കിന് ദൈവമക്കളുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. ഇത് ഒരു കുടുംബത്തിന് അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഷാലോം ടി വിയിലെ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് ത്രേസ്യാമ്മ, സ്ഥലം കുറവലങ്ങാട്. ഞങ്ങളുടെ വീട്ടിൽ കപ്പ, ചേമ്പ് തുടങ്ങിയവ നട്ടിരുന്നു. കപ്പയിൽ ചെറിയ കിഴങ്ങുണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ എലിശല്യം ഉണ്ടാകും. ഒരു ദിവസം തന്നെ 3-4 ചുവട് കപ്പ എലി തിന്നു മറിക്കും. എലിക്കെണികളും അടിച്ചിലും മറ്റ്
രക്ഷാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയെങ്കിലും ഒറ്റ എലി പോലും ആ കെണിയിൽ വീണില്ല. ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എലിശല്യം നീങ്ങിപ്പോയതായി ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായി. ഞങ്ങളും ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് എലികളെയും കീടങ്ങളെയും ആട്ടിപ്പായിക്കണമേ. പിറ്റേ ദിവസം മുതൽ ഒറ്റ കപ്പക്കിഴങ്ങ് പോലും എലി തിന്നില്ല. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് എലികളും മറ്റ് ക്ഷുദ്രകീടങ്ങളുടെ ശല്യങ്ങളും വിട്ടൊഴിഞ്ഞു പോയി. പിന്നെ ഇന്ന് വരെ എലി ശല്യം ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായിട്ടില്ല. നാട്ടിൽ തൊട്ടടുത്ത് മറ്റ് വീടുകളിലൊന്നും കപ്പയോ ചേമ്പോ കൃഷികളോ ഇല്ലാത്തത് കൊണ്ട് സാധാരണ ഞങ്ങളുടെ പറമ്പിലാണ് എല്ലാ എലികളും വന്ന് കൂട്ടം കൂടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒറ്റ എലിയുടെ ശല്യം പോലും ഞങ്ങളുടെ പറമ്പിൽ ഇല്ല. ഇത്ര വലിയൊരു അനുഗ്രഹം തന്ന കർത്താവിന് കോടാനുകോടി നന്ദി പറയുന്നു. ത്രേസ്യാമ്മ ജോസഫ്, കുറവലങ്ങാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവം സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ വിശ്വാസം ജനിച്ചു. ഇവരും പ്രാർത്ഥിച്ചു. കുടുംബങ്ങളിൽ നിന്ന് തിന്മകൾ വിട്ടൊഴിഞ്ഞു പോയി. ഈ നിമിഷങ്ങളിൽ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച് വിശ്വാസത്തോടെ യേശു കർത്താവിനെ ആരാധിക്കട്ടെ. ഓ ദൈവമേ, അവിടുത്തെ ഉന്നത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശയ്യ 40:15 അവിടുന്ന് പഠിപ്പിച്ചു, ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ ഒരു പൊടി പോലെയും ആകുന്നല്ലോ. ഓ ദൈവമേ, മഹത്വത്തിൻ്റെ രാജാവേ, അത്ഭുത ശക്തി ഈ ജനതകളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവമക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും വംശങ്ങളുടെ മേലും അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണിതർ ക്ഷീണങ്ങൾ വിട്ട് എഴുന്നേൽക്കട്ടെ. രോഗികൾ രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. തളർന്നവർ തളർച്ച വിട്ട് എഴുന്നേൽക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കാൻ തടസ്സമുണ്ടാക്കുന്ന, വിശ്വസിക്കാൻ തടസ്സമുണ്ടാക്കുന്ന, പ്രാർത്ഥിക്കാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ ദുരാത്മ വ്യൂഹങ്ങളോടും നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശയ്യ 40 അധ്യായത്തിൽ 29 തിരുലിഖിതം, തളർന്നവന് അവിടുന്ന് ശക്തി പകരുന്നു, ദുർബലന് അവിടുന്ന് ബലം പകരുകയും ചെയ്യുന്നു. ദൈവം ശക്തി പകരുന്ന ദൈവമാണ്. ദൈവം ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ശക്തിമാനായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 1 അധ്യായത്തിൽ 11 തിരുലിഖിതത്തിൽ അവിടുന്ന് പറയുന്നു, ജോഷുവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം പറയുകയാണ്, നീ ശക്തനും ധീരനുമായിരിക്കണം. എല്ലാ ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ്, നീ ശക്തനായിരിക്കണം. എന്നാൽ ദൈവമാർഗത്തിൽ നടക്കുന്ന അനേകം ദൈവമക്കൾ ചടങ്ങ് പ്രാർത്ഥനകൾ ചെയ്ത് സ്ഥിരമാർഗത്തിൽ നടന്ന് ചിലപ്പോൾ ആത്മീയ ശീതീകരണം സംഭവിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരേപോലെയുള്ള ജീവിത രീതികൾക്ക് അടിമപ്പെട്ട് എന്നും രാവിലെ പ്രഭാത പ്രാർത്ഥന, എന്നും വൈകിട്ട് പ്രാർത്ഥന, എല്ലാം ഒരേപോലുള്ള പ്രാർത്ഥന, ഒരു ആത്മീയ മടുപ്പ്, ഒരു ആത്മീയ മന്ദത, ഒരു മരവിപ്പ് ഗ്രസിച്ച് വിമ്മിഷ്ടപ്പെടുന്ന ദൈവമക്കളെ കാണാനിട വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഹിതമെന്ത് എന്നാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപോത്ബലകമായി എടുക്കുന്ന ദൈവവചനം രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ 17 അധ്യായത്തിൽ 8 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. ഏലിയ പ്രവാചകനെയാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഏലിയ ആഹാബുമായി വലിയ സംഘർഷത്തിലാണ്. ദൈവത്തിൻ്റെ വഴിക്ക് വിപരീതമായി നടക്കുന്ന ആഹാബിനോട് ദൈവമാർഗത്തിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പുറകെ ഏലിയ എപ്പോഴും എതിർക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏലിയ പറഞ്ഞു, ഇനി കർത്താവായ ദൈവം കൽപ്പിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. ആഹാബിന്റെ കോപവും ക്രൗര്യവും വർദ്ധിച്ച് ഏലിയായെ കണ്ട അപ്പം വധിക്കാൻ തക്കവണ്ണം അവൻ ക്ഷുഭിതനായിരിക്കുകയാണ്. ഏലിയായ ദൈവം ആഹാബിന്റെ കണ്ണുകളിൽ നിന്ന് മറച്ച് കെരീത്ത് താഴ്വരയിൽ കെരീത്ത് അരുവിയുടെ കരയിൽ അവരെ അവിടെ സൂക്ഷിച്ച് അവിടെ നിന്ന് ആ അരുവിലെ വെള്ളം പറ്റിയപ്പോൾ സെറപ്തായിലുള്ള ഒരു വിധവയോട് കൽപ്പിച്ചു, എൻ്റെ പ്രവാചകനെ പരിപാലിക്കണമെന്ന്. അങ്ങനെ ഏലിയായെ ദൈവം സെറഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഏലിയ സെറഫാത്തിലെത്തി. അപ്പോൾ മരുഭൂമിയിൽ
ചുള്ളൽ പെറുക്കുന്ന ഒരു വിധവയെയും കുട്ടിയെയുമാണ് ഏലിയ കണ്ടത്. അവരുടെ പ്രത്യേകത മെലിഞ്ഞ് 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 മരിക്കാറായ രണ്ട് മനുഷ്യക്കോലങ്ങൾ. ഏലിയ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഒരു പാത്രം വെള്ളം തരിക. ആ വിധവ വെള്ളമെടുക്കാൻ പോയപ്പോൾ ഏലിയ പറഞ്ഞു, ഒരു അപ്പവും ഉണ്ടാക്കിക്കൊണ്ട് വരിക. എന്നാൽ ആ വിധവ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ പാത്രത്തിൽ മാവില്ല, ഒരു പിടി മാവ് മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് അപ്പമുണ്ടാക്കി ഇന്ന് കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കും. അതിനുവേണ്ടിയാണ് ഈ ചുള്ളൽ പെറുക്കുന്നത്, ഈ വിറക് പെറുക്കുന്നത്. ഏലിയ പറഞ്ഞു, നീ ആദ്യം പോയി ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരിക, പിന്നെ നിനക്കും നിൻ്റെ മകനും അപ്പം ഉണ്ടാക്കിക്കൊള്ളുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ ഇനി നിൻ്റെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, നിൻ്റെ കലത്തിലെ എണ്ണ വറ്റുകയുമില്ല. ആ വിധവ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. ആ വിധവയുടെ ഭവനത്തിൽ സമൃദ്ധി ഉണ്ടായി. ആ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ആ ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. വലിയ സമൃദ്ധിയിൽ ക്ഷാമകാലത്ത് ദൈവം ഏലിയ ആ വിധവയെയും കുടുംബത്തെയും പരിപാലിച്ചു, സമൃദ്ധിയുടെ കുടുംബമാക്കി. അങ്ങനെ ആ ഭവനത്തിലാണ് ഏലിയ താമസിക്കുന്നത്. വിധവയ്ക്ക് ഏലിയായെക്കുറിച്ച് വലിയ മതിപ്പാണ്. ദൈവത്തിൻ്റെ പുരുഷൻ, ദൈവത്തിൻ്റെ ആൾ. വിധവ ഏലിയായ്ക്ക് സമയാസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി ഏലിയായെ ദൈവത്തെ പോലെ പരിചരിച്ച് ആ ഭവനത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഏലിയ ഭവനത്തിൻ്റെ മുകളിലത്തെ മുറിയിലാണ് താമസിക്കുന്നത്. ഏലിയ അവിടെ ദിനരാത്രങ്ങൾ ചെലവഴിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിയും തോറും ഏലിയായ്ക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല, പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ വലിയ ശക്തിയുള്ള പ്രവാചകനാണ്, ദൈവത്തിൻ്റെ വലിയ പ്രവാചകനാണ്, പക്ഷേ പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നുമില്ല. ഏലിയ അവിടെ ആ മുകളിലത്തെ മുറിയിലിരിക്കും. ആ ജനലും വാതിലൊക്കെ തുറന്നിടും, പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടിരിക്കും, പതിവ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ ആത്മീയ ആലസ്യത്തിലേക്ക് വീണു. അവൻ്റെ ആത്മീയ മരവിപ്പ് അവനെ ഗ്രസിച്ചു തുടങ്ങി. അവൻ ആത്മീയമായ ഒരു ശീതീകരണത്തിലേക്ക് പോയി. സഭാപ്രസംഗന പുസ്തകം 10-ാം അധ്യായം 18-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ആത്മീയ അലസത, ആത്മീയ ആലസ്യം ഇതാ ഏലിയായെ പിടികൂടിയിരിക്കുകയാണ്. ഇത് ദൈവം കണ്ടു. അവൻ്റെ ചടങ്ങ് പ്രാർത്ഥന, അവൻ്റെ പതിവ് പ്രാർത്ഥന, അവൻ്റെ പതിവ് രീതികൾ, പുതിയതായിട്ടൊന്നുമില്ല. അങ്ങനെ അവൻ ഇന്ന് ആത്മീയ ആലസ്യത്തിലിരിക്കുകയാണ്, പ്രത്യേകിച്ച് ദൗത്യങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഇടപെട്ടു. ഇതാ വിധവയുടെ മകൻ രോഗിയായി. വിധവയുടെ മകൻ്റെ രോഗം ഓരോ ദിവസം മൂർച്ഛിച്ചു കൊണ്ടിരുന്നു. തീർച്ചയായും ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ദൈവപുരുഷൻ നിലയിൽ ഈ രോഗിയോട് അലിവ് തോന്നി എലീഷ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കർത്താവെ രക്ഷിക്കണേ, കർത്താവെ സുഖപ്പെടുത്തണേ, കർത്താവെ കരുണ തോന്നണേ. ഒരു സാധാരണ പ്രാർത്ഥന. ഇപ്പോൾ പണ്ടത്തെ പോലെ എരിവില്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു ജ്വലനയില്ല, പണ്ടത്തെ പോലെ ശക്തി തോന്നുന്നില്ല. ഒരു സാധാരണ പ്രാർത്ഥന. അവൻ ആലസ്യത്തിൽ ആണ്ടുപോയി. അവൻ പതുക്കെ പതുക്കെ ശക്തി മങ്ങിപ്പോയി. പ്രൈസ് ദ ലോർഡ്. അത് ഏലിയ അറിയുന്നില്ല, പക്ഷേ ദൈവം അറിയുന്നു. ഇതാ രോഗം വീണ്ടും മൂർച്ഛിച്ച് മരണാസന്നനായി ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തി കുട്ടി. ആ വിധവ പൊട്ടിക്കരയുന്നുണ്ട്. കാരണം വിധവ കണ്ണിലുണ്ണി പോലെ പരിചരിച്ച് വളർത്തുന്ന വിധവയുടെ പൊന്നോമന. ഈ കുഞ്ഞിന് വേണ്ടിയാണ് വിധവ ജീവിക്കുന്നത്. ആ മോനാണ് ഇതാ മരണാസന്നനായി കിടക്കുന്നത്. വിധവ പൊട്ടിക്കരയുന്നുണ്ട്. ഏലിയായോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടാകാം. ഏലിയ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മാറുന്നില്ല. കാരണം പ്രാർത്ഥനയുടെ ഉണർവ് പോയി, പ്രാർത്ഥനയുടെ ജ്വലനം പോയി, പ്രാർത്ഥനയുടെ ആ തീ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മകൻ മരിച്ചപ്പോൾ വിധവയുടെ സ്വഭാവം മാറി. ശകാരവർഷങ്ങൾ ഏലിയയുടെ നേരെ തുരുതുരാന്ന് ഉതിർത്ത്. ഹല്ലേലൂയ. ശകാരവർഷങ്ങൾ കൊണ്ട് ഏലിയായ അവൾ പൊതിഞ്ഞ്. രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത്? നിയന്ത്രണം വരെ വിധവ പലതും പുലമ്പിയിരിക്കാം, പല ശകാരങ്ങൾ ഉതിർത്താം. അതൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഒറ്റ വാക്കുകൊണ്ട് നിർത്താൻ സാധ്യതയില്ല. പലതും പറഞ്ഞിരിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏലിയായ്ക്ക് മറുപടിയില്ല. ഏലിയ ഈ ശകാരവർഷങ്ങളും ഈ പ്രതികൂലവും ഈ ബുദ്ധിമുട്ടും ഈ കണ്ണുനീരും ഈ സംഘർഷാവസ്ഥ എല്ലാം കണ്ടതിൻ്റെ നടുവിൽ അവൻ നെടുവീർപ്പിട്ട് നിൽക്കുകയാണ്. ഒരു ക്ഷണം അവൻ ആത്മാവിൻ്റെ പ്രേരണ കിട്ടി. അവൻ ആ കുട്ടിയെടുത്ത് അവൻ മുകളിലത്തെ മുറിയിലേക്ക് പോയി. അവൻ വാതിലടച്ച് അവൻ പൊട്ടിക്കരഞ്ഞ് അവൻ കർത്താവിനോട് പറഞ്ഞു. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ അതിൽ 20-ാമത്തെ തിരുലിഖിതം, അവൻ ഉച്ചത്തിൽ കരഞ്ഞു, അവൻ ഉച്ചത്തിൽ നിലവിളിച്ച്, അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്. എന്നാൽ തൊട്ടുമുമ്പുള്ള പ്രാർത്ഥനയൊന്നും അങ്ങനെ ആയിരിക്കില്ല. ഇത് ഹൃദയം മുറിഞ്ഞുള്ള പ്രാർത്ഥനയാണ്, ഇത് ചങ്ക് തകർന്നുള്ള പ്രാർത്ഥനയാണ്.
ഇത് ആലസ്യമൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. അവൻ പൊട്ടിക്കരഞ്ഞു, ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവേ, എനിക്ക് വസിക്കാൻ ഇടം തന്നവളാണ് ഈ വിധവ, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? പൊട്ടിക്കരയാണ്. ഇപ്പോൾ ആ സാമട്ടിലുള്ള പ്രാർത്ഥനയല്ല, ആ ചടങ്ങ് പ്രാർത്ഥനയല്ല, ഇത് ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയാണ്. അവിടെ ദൈവം ഇറങ്ങി വന്നു. ഏലിയ പൊട്ടിക്കരഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ദൈവമായ കർത്താവേ, ഇവൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ, കർത്താവേ, ഇവൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ. ഏലിയ നിലവിളിക്കുകയാണ്. ഏലിയയുടെ പ്രാർത്ഥന കേട്ട് ദൈവം ആ ബാലൻ്റെ ആ ശവശരീരത്തിലേക്ക് ആ ജീവൻ തിരിച്ചു വന്നു. അവൻ ജീവനുള്ളവനായി എഴുന്നേറ്റിരുന്ന് ആ ബാലനെ ജീവനോടെ വിധവയ്ക്ക് തിരിച്ചു കൊടുത്ത്. വിധവ അത്ഭുതം കൂറി, വിധവ ഞെട്ടി, വിധവ അത്ഭുതപ്പെട്ട് അവൾ വലിയ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, പറയുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 17-ാം അധ്യായം 24-ാം വാക്യം. അവൾ പറഞ്ഞു, അങ്ങ് സത്യമായും ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും ദൈവത്തിൻ്റെ വചനമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവളുടെ അവിശ്വാസം മാറി, അവളുടെ തീഷ്ണത വർദ്ധിച്ചു, അവളുടെ ഹൃദയം കത്തിജ്വലിക്കാൻ തുടങ്ങി. അവളിൽ തീ ഇറങ്ങി. അവളിന്ന് തീയുള്ള ദൈവത്തിൻ്റെ പൈതലാണ്, അവളിന്ന് ജ്വലിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണ്. അവളുടെ മരവിപ്പ് മാറി, അവളുടെ മന്ദത മാറി. ഒപ്പം ഏലിയായുടെയും. ഏലിയ ആ സാമട്ടിലുള്ള ആ അവസ്ഥയൊക്കെ വിട്ടുമാറി. അവൻ്റെ ഹൃദയം കത്തി, അവൻ ജ്വലിക്കാൻ തുടങ്ങി, അവൻ്റെ ആവേശം ഉണർന്നു. അവൻ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് 10 മടങ്ങായി നിറഞ്ഞ് ഭൂമിയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി മരിച്ചവർ ഉയർപ്പിച്ച സംഭവമായിരിക്കാം ഇത്. ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും മരിച്ചവർ ഉയർപ്പിക്കുന്നതായി നാം കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയ അത്ഭുതം ചെയ്ത ഏലിയയുടെ മനസ്സിൻ്റെ സ്ഥിതി എന്താ? ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വലിയൊരു സംഭവം ഏലിയയുടെ ജീവിതത്തിൽ സംഭവിച്ച ദിവസവും മണിക്കൂറുമായിരുന്നു അത്. ഏലിയയുടെ വിശ്വാസം ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ഇരട്ടിയായി വർദ്ധിച്ചു. അവൻ്റെ ഹൃദയം തീ കൊണ്ട് നിറഞ്ഞ് അവൻ ജ്വലിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെട്ട്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട്, ദൈവത്തിൻ്റെ ബലത്തിൽ ബോധ്യപ്പെട്ട് അവൻ്റെ വിശ്വാസം ദൃഢതയും അവൻ്റെ ഹൃദയം ജ്വലിക്കുന്നതുമായി മാറി. ഇതാണ് ഒരു ദൈവ പൈതൽ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 27:3. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം നശിച്ചു പോകും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ സ്വഭാവവിശേഷമാണ് ദൈവഭക്തിയുടെ ദൃഢത, തീഷ്ണത, ബലിഷ്ഠമായ ദൈവഭക്തി. അത് കത്തിജ്വലിക്കുന്നതായിരിക്കണം. ദൈവഭക്തി ഉണ്ടായാൽ പോരാ, ബലമുള്ള ദൈവഭക്തി ഉണ്ടായാൽ പോരാ, അടിസ്ഥാനമുള്ള ദൈവഭക്തി ഉണ്ടായാൽ പോരാ. അത് സാമട്ടിൽ ഇങ്ങനെ ശാന്തമായി പോകുന്നതായിരിക്കരുത്. കത്തിജ്വലിക്കുന്ന ദൈവഭക്തി വേണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. തീഷ്ണത വേണം, ജ്വലിക്കണം. മന്ദത, മരവിപ്പ് ഇതൊക്കെ വിട്ടുപോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് ഈ പതിവ് പ്രാർത്ഥന ചെയ്ത് എന്നും പതിവ് ചടങ്ങുകൾ ചെയ്ത് ഒരുപാട് പേരുടെ ആത്മീയത മന്ദിച്ചിരിക്കുകയാണ്. അങ്ങനെ തഴമ്പിച്ച പ്രാർത്ഥനകളും ചതഞ്ഞ അനുഷ്ഠാനങ്ങളും ചെയ്ത് ഇന്ന് ഒരുപാട് പേര് ആത്മീയ മരവിപ്പിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, നീ ഇങ്ങനെ മരവിച്ചിരിക്കുന്നതല്ല ദൈവത്തിൻ്റെ ഹിതം. നീ ഇങ്ങനെ തളർന്നിരിക്കുന്നതല്ല ദൈവത്തിൻ്റെ ഹിതം. നീ ശക്തി പ്രാപിക്കണം. നീ കഴുകനെ പോലെ ചിറകടിച്ചു വരണമെന്ന് നിന്റെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം നടത്തുന്ന ഒരു ദൈവ പൈതല ജീവിതത്തിൽ, സഭയുടെ ജീവിതത്തിൽ, ഇടവകളുടെ ജീവിതത്തിൽ, കൂട്ടായ്മ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഒരു വലിയ കണ്ണുനീര് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ, മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു പ്രതികൂലം ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ ആത്മീയ തീഷ്ണത മങ്ങിപ്പോയെടുത്ത് വീണ്ടും തീ കത്തിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി കൂടി അല്ലേ അത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ, അങ്ങയുടെ അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ അവിടെ നിന്ന് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:27, ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്ന് അകലെയല്ല. ഓ കർത്താവേ, അവിടുന്ന് നയിക്കുന്ന വ്യക്തികൾ, അവിടുന്ന് നയിക്കുന്ന സഭാ സമൂഹങ്ങൾ, അവിടുന്ന് നയിക്കുന്ന കൂട്ടായ്മകൾ, അവിടുന്ന് നയിക്കുന്ന അങ്ങയുടെ പ്രിയന്മാരായ പ്രവാചകന്മാർ, അവരുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത്, തകർച്ച ഉണ്ടാകുന്നത്, തടസ്സമുണ്ടാകുന്നത് വലിയ ഉണർവിന് വേണ്ടിയാണെന്ന്, അവരുടെ ആത്മീയ ഉണർവ് കത്തിജ്വലിക്കുന്നതിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. മകനെ, മകളെ, ഇന്ന് നീ കർത്താവിൻ്റെ നാമത്തെ വിളിക്കുക.
നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് വിളിക്കുക. അവിടെ കർത്താവ് സൗഖ്യത്തിനായി നിന്റെ അരികിലുണ്ട്. നിന്റെ മന്ദിച്ച ഹൃദയത്തൊട്ട്, നിന്റെ മരവിച്ച മനസ്സിനെ തൊട്ട് ഇതാ കർത്താവ് ഉണർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 30-31 തിരുലിഖിതങ്ങൾ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഞാനും നിങ്ങളും കർത്താവിൻ്റെ നടത്തിപ്പിൽ സന്തോഷിക്കുന്നൊരു പൈതലാണെങ്കിൽ ഞാനും നിങ്ങളും ശക്തി പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ. ഭൂമിയിലെ രാജാക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഭൂമിയുടെ അധിപന്മാരെ വിറകൊള്ളുവിൻ. ഭയത്തോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, വിറയലോടെ നമ്മുടെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ദൈവിക കാര്യങ്ങളിൽ മന്ദതയോ മരവിപ്പോ ആത്മീയമായ ശുഷ്കാന്തിയോ മങ്ങിപ്പോയിട്ടുള്ളവർ ഇപ്പോൾ ദൈവികമായൊരു ഉണർവിന് വേണ്ടി വിറയലോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവ ശുശ്രൂഷയിരിക്കുന്ന വിറയലോടെ, ദിനം പ്രതി വിറയലോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം ഹൃദയങ്ങളെ ഒരുക്കട്ടെ. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവികമായ കൃപാവരങ്ങൾ ഉജ്ജ്വലിക്കട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഇടിമിന്നൽ പോലെ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. കർത്താവെ, ആത്മീയ മേഖലയിൽ വന്നതിന് അപജയങ്ങൾ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. കർത്താവെ, താൻ പോരിമഭാവം, താന്തോന്നിത്തം, വഷളത്വം, അബദ്ധങ്ങൾ, മൂഢത, തന്നിഷ്ടം, ഐകാധിപത്യ സ്വഭാവം, ഈ മേഖലകളിൽ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഡക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കർത്താവെ, തഴക്ക ദോഷങ്ങളുടെ ആധിപത്യങ്ങൾ നസ്രയുടെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ വിട്ടുവയ്ക്കണമേ കർത്താവെ. തളർന്നിരിക്കുന്നവർ പുതുജീവൻ പ്രാപിക്കട്ടെ കർത്താവെ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കണ്ണുനീരിൻ്റെ അർത്ഥമെന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മീയ പ്രകാശം ലഭിക്കട്ടെ. കിടക്കയിൽ രോഗികളായി കിടക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ നാമത്തിൻ്റെ വിടുതൽ കർത്താവ് അഭിഷേകമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വീട് ചാലക്കുടി, താമസിക്കുന്നത് കോഴിക്കോട്. എൻ്റെ സൂക്കേട് വയറിൻ്റെ ഈ സൈഡ് 5 വർഷമായി സുഖമില്ലാണ്ട് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കണത്. പിന്നെ എനിക്ക് മടുത്തു, ഡോക്ടറെ കാണണ്ട, പേടി വന്നു. വേറെ എന്തെങ്കിലും ആണാവോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ മരുന്ന് കഴിക്കില്ല. അങ്ങനെ അടുത്ത് എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി എന്നോട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥനാലയത്തിൽ വന്ന് ഞാൻ 4 ദിവസം പ്രാർത്ഥന ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ചു. എൻ്റെ ഈ സൈഡിൻ്റെ ഇവിടെ ഇങ്ങനെയാണ് വേദന. 5 വർഷം ഞാൻ മരുന്ന് കഴിച്ചു. എൻ്റെ എനിക്ക് പേടിയുണ്ടായിരുന്നു എന്താണാവോ ഈ വേദന എന്ന്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ കൂടി എൻ്റെ വേദന ദൈവം ഇന്നലെ സൗഖ്യമാക്കി തന്നു. ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല, ഇപ്പൊ വേദനയില്ല. 5 വർഷമായി ഇടതടവില്ലാതെ അനുഭവിച്ചിരുന്ന വേദനയാണ് ഇന്നലെ ആരാധനയുടെ സമയത്ത് ഈശോ എടുത്ത് സുഖപ്പെടുത്തിയത്. ആ ക്ഷണം തൊട്ട് പിന്നെ ഒരു തരി വേദന സഹോദരിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പൂർണ്ണമായൊരു സൗഖ്യത്തിന് അനുഭവം തോന്നുന്നുണ്ടോ? ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, ഈ തലയുടെ ശിരസ് വേദന ഉണ്ടായിരുന്നു. ആ വേദന പിന്നെ ഭയങ്കരമായ വേദന. ഈ വേദന വരുമ്പോൾ ആരെ ചെന്ന് പിടിക്കണ്ടേന്ന് അറിയില്ല. ഓടും ഞാൻ കിടന്നിട്ട്. വീട്ടിൽ ആരില്ലെങ്കിൽ മക്കളെ വിളിക്കും. ജോലി സ്ഥലത്താണെങ്കിൽ അവർ ഓടി വരും എൻ്റെ അടുത്തേക്ക്. ഞാൻ ഫോൺ ചെയ്ത് പറയും, മക്കളെ അമ്മയ്ക്ക് തലവേദനയാണ്, നിങ്ങൾ ഓടി വരണേന്ന് പറയും. ഞാൻ പറയും, വാതിലടച്ചിട്ട് ഞാൻ കുറ്റിയിട്ടിട്ടില്ല, ഞാൻ തന്നെയാണ്, നിങ്ങൾ വേഗം വരണേന്ന് പറയുമ്പോഴേക്കും ഞാൻ വീണ് ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അവിടെ എന്താ നടക്കണേന്ന് പോലും എനിക്കറിയാൻ കഴിയില്ല. ഇവർ വന്ന് എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് വാതിൽ തുറക്കാൻ കഴിയില്ലല്ലോ. പിന്നെ പല്ലും നാവൊക്കെ കടിച്ച് ഈ വശം ചിലപ്പോൾ കോടി നിൽക്കും, കൈയും കാലൊക്കെ വിറയ്ക്കും. ഈ തലവേദന ശിരസിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ വേദന ഇങ്ങനെ വരില്ല. ഈ വേദന ഇങ്ങോട്ട് വരുമ്പോൾ എവിടേക്കാണ് ഓടണ്ടേ? ബസ്സിൻ്റെ ഉള്ളിലേക്ക് ഓടണോ
ആൾക്കാർ ചെന്ന് പിടിക്കണം. ആ നേരത്തെ എന്താ തോന്നാന്ന് അറിയില്ല. അപ്പം ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ പോയി കണ്ടു. അവർ പറയും കുഴപ്പമില്ല എന്ന്. പിന്നെ ഞാൻ പല ചികിത്സകളും ഈ തലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യും. ഈ വേദന എനിക്ക് കുറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ മിനിഞ്ഞാന്ന് എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് പകുതി വേദനയും ഈ തലയിലത്തെ വേദനയും പോയി. പിന്നെ എനിക്ക് പേടിയും ഭയം ഉണ്ടായിരുന്നു. അതും ദൈവം എനിക്ക് സൗഖ്യമാക്കി തന്നു. ദൈവത്തോട് നന്ദി, ദൈവത്തോട് സ്തോത്രം. കൈയടിച്ച് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച